കാസർകോട്ടെ CH സെന്ററിന്റെ രണ്ടാമത്തെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ബാങ്ക് റോഡിലുള്ള അരമന ആർക്കേഡ് ബിൽഡിംഗിലാണ് 14 മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ യൂണിറ്റ് സജ്ജമാക്കിയത്. 8 മെഷീനുകൾ ഉൾപ്പെടുന്ന ആദ്യ യൂണിറ്റ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിലൂടെ നിലവിൽ 50ഓളം പാവപ്പെട്ട രോഗികൾക്കാണ് ഓരോ മാസവും 600-ൽ പരം ഡയാലിസിസുകൾ സൗജന്യമായി നൽകി വരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ. ആ ചികിത്സ ചിലവേറിയതുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എത്ര ചെലവ് വന്നാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് രോഗം മാറുക എന്നുള്ളത് തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും. അപ്പൊ അതിനുവേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളത് അതേറെ പുണ്യകരമായിട്ടുള്ള ആ കാര്യമാണ്. രോഗം തരുന്നത് അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹു ഒരു രോഗിയോടും പിണങ്ങുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് പിണക്കമുണ്ടായിട്ടല്ല രോഗം കൊടുക്കുന്നത്. ചടങ്ങിൽ CH സെന്റർ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്വിച്ച് കർമ്മം നിർവഹിച്ചു. പാർട്ടി ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ, MLA-മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ് തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.